പിറവത്തെ ഓണക്കൂർ ക്ഷേത്രത്തിൽ മോഷണം നടന്നതിന് തൊട്ടടുത്ത ദിവസമാണ് അഞ്ചൽപ്പെട്ടിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മോഷണം അരങ്ങേറിയത്. രാവിലെ പൂജാകർമ്മങ്ങൾക്കായി എത്തിയ മേൽശാന്തിയാണ് പ്രധാന വാതിൽ കുത്തിത്തുറന്ന് കിടക്കുന്ന നിലയിൽ കണ്ടത്. സമീപത്തെ ഭണ്ഡാരവും തകർന്ന നിലയിലായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലെ ശ്രീകോവിലും അലമാരയും തകർന്നിട്ടുണ്ട്. എന്നാൽ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭണ്ഡാരത്തിൻ്റെ കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ സെയിം ഇത് തന്നെ ഒരു മാസം മുമ്പ് നമ്മുടെ മകരവിളക്കിൻ്റെ തലേദിവസം ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അന്നൊരു ഉദരബന്ധം ഉണ്ടായിരുന്നു. ഭഗവാന്റെ അരയിൽ കെട്ടിക്കൊണ്ട പട്ട അത് മോഷണം പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഭണ്ഡാരം മാത്രമേ കുത്തിപ്പൊട്ടിയുള്ളൂ. ബാക്കിയൊന്നും വലിയതായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട് ഭണ്ഡാരത്തിലൊരു 1000-1200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മണ്ഡലകാലം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഭണ്ഡാരം അധികം അന്ന് മോഷണം കെട്ടുകൊണ്ട് അധികം ഭണ്ഡാരം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറില്ല. ഒരു 1200 രൂപ മാക്സിമം പോയിട്ടുണ്ട്. അന്നൊരു 20,000 രൂപയുടെ ഒരു ഉദരബന്ധവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മാസം മുൻപ് ഇവിടെ കളവ് നടന്നപ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന അരപ്പവനോളം വരുന്ന ആഭരണം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നാലെയാണ് വീണ്ടും മോഷണം അരങ്ങേറിയത്. മുമ്പ് എത്തിയ അതേ മോഷ്ടാവ് തന്നെ വീണ്ടും എത്തിയതാകാമെന്ന സംശയത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. സംഭവത്തിൽ പിറവം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.